സംസ്ഥാനത്തെ ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും നീളുന്നു. കോഴിക്കോട് കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണം അധ്യാപകരിലേക്ക് വ്യാപിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർത്തിയതായി ആരോപണമുയർന്ന MS സൊല്യൂഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുൻപ് MS സൊല്യൂഷനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു. സർക്കാർ അധ്യാപകർ അവധിയെടുത്ത് ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. MS സൊല്യൂഷന് ചോദ്യം പേപ്പർ ചോർത്തി നൽകിയത് CPIM അനുഭാവമുള്ള അധ്യാപകരാണെന്നും സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. പ്രതിപക്ഷ അനുകൂലികളായ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ, അതിൽ അധ്യാപകരുണ്ട്, അധ്യാപകരെ നിയന്ത്രിക്കുന്ന സമിതിയുടെ അധ്യക്ഷന്മാരുണ്ട്. അറിഞ്ഞാൽ നാവിക്കയും കൊമ്പോടെ ജീവി എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയേണ്ട കാര്യമില്ല, അന്വേഷിച്ചോളൂ. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ ഭാര്യയാണ് ഈ വിവാദ ട്യൂഷണറിൻ്റെ അഭിഭാഷക. കാരണം പിടിക്കപ്പെടുക CPMകാരാണ്, CPM അനുകൂലികളാണ്. അതുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വെറും പ്രഹസനമാണ്. KSU നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് നീതി പുലർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം, സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ. MS സൊല്യൂഷന്റെ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്ത വീഡിയോകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. MS സൊല്യൂഷന്റെ ഫേസ്ബുക്ക് വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.